സമി സമി എടാ അനക്ക് ഈ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താ? ലക്ഷദ്വീപിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷനാ? ലക്ഷദ്വീപിൽ എന്തൊക്കെ ഉണ്ടെന്നാ വിചാരിക്കുന്നത് ഇപ്പൊ? ലക്ഷദ്വീപ് വളരെ ചെറിയൊരു സ്ഥലമാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അവിടെ അധികം ആളുകളില്ല. ഒച്ചത്ത് പറ. അധികം ആളുകളില്ല. അധികം ആളുകളില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ, നല്ലതല്ല. ഇവിടുത്തെ അത്ര ഒന്നും അടിപൊളിയല്ല. ഒരു ഒറ്റപ്പെട്ട സ്ഥലം എന്നാണ് എനിക്ക് പൊതുവെയുള്ള ഒരു അഭിപ്രായം ലക്ഷദ്വീപിനായിട്ട്. ഇത്രേ ഉള്ളൂ. വേറെ വിചിത്രമായ എന്തെങ്കിലും ഉണ്ടാ? വിചിത്രമായിട്ട് അവിടെയുള്ള ആളുകൾ വിചിത്രമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓടാ, കാരണം എന്റെ ഒരു സുഹൃത്തുണ്ട് നിയാസ് ഖാൻ. അതുകൂടെ അത്രയല്ലോ. അപ്പൊ ശരി, ഹായ് പറ, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. സബ്സ്ക്രൈബ് ചെയ്യണേ. ശിബിലി എടാ അനക്ക് എന്താ ലക്ഷദ്വീപിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ? ലക്ഷദ്വീപിനെ കുറിച്ചിട്ടോ? ലക്ഷദ്വീപ് അത്യാവശ്യം കടലിന്റെ ഒരു നടുവിലായിട്ട് വരും. ഓക്കെ, ഏരിയ. പിന്നെ നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരാണ്. 100%. പിന്നെ അവിടെ എന്തായാലും വിചിത്രമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ലക്ഷദ്വീപ് വലിയ അങ്ങനെയാണ് ഇങ്ങനെയാണ്? അവിടെ നെറ്റൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. റേഞ്ചൊക്കെ കുറവാകുന്നുണ്ട്. സത്യം. പിന്നെ ലക്ഷദ്വീപ് ഡെവലപ്ഡ് ആണോ, ഡെവലപ്പിംഗ് ആണോ, അതോ ഡെവലപ്ഡ് ആണോ? ഒരു എന്റെ മനസ്സില് ഒരു ഡെവലപ്പിംഗ് വലിയൊരു പുരോഗതി ഇല്ലാത്ത പഴയ ഒരു സമ്പ്രദായമാണ് എന്റെ മനസ്സിലുള്ളത്. 100%. പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തോന്നുന്നു. കുറച്ച് ദിവസത്തിനൊക്കെ, കുറെ ദിവസം പോറേക്കാരം, കുറച്ച് ദിവസത്തിനൊക്കെ എൻജോയ്മെന്റ് ഉണ്ടാവും. പിന്നെ മറ്റേ എൻവിറോൺമെന്റ് ഒക്കെ ഒരു സൂക്ഷിക്കുന്നതാണ് എന്റെ ഒരു. പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇവിടെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോ ലക്ഷയിൽ അങ്ങനെയല്ല ഇങ്ങനെയല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? അവിടെ മറ്റേ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, വണ്ടികളൊക്കെ ചാവിന്നെ വണ്ടിയുമ്പോ വെച്ചിട്ട് അതുണ്ട് പോവാ, എങ്ങോട്ടും കൊണ്ടില്ല. പിന്നെ അത്രയൊക്കെ തന്നെ. നീ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ പിള്ളേരോട്. ചെയ്താണ്, സബ്സ്ക്രൈബ് ചെയ്താണ്. ആശ്രയ അനക്ക് ലക്ഷദ്വീപിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ എന്താ? ലക്ഷദ്വീപ് പൊളിയാണ്. അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. പിന്നെ അവിടുത്തെ നേച്ചർ, അവിടുത്തെ എന്താ പറയുക, മാലദ്വീപ്സ് പോയാൽ മതി, ലക്ഷദ്വീപ് പോയാൽ മതി. ഞാൻ അവിടെ നടന്നോളൂ അങ്ങനെയാണ്. പക്ഷെ എന്താണ്, നല്ല ആൾക്കാരാണ്. എന്തെങ്കിലും വിചിത്രം കേരളം വെച്ച് നോക്കുമ്പോ അവിടെ ഇങ്ങനെ ആയിരിക്കും അല്ലെ, അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? മെയിൻ ആയിട്ട് അവിടുത്തെ നേച്ചർ, പ്രകൃതി കാര്യങ്ങൾ അത് കേരളത്തിൽ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ അവിടുത്തെ ഏതൊക്കെ രീതിയിലായിരിക്കും ഡിഫറെന്റ്? ഏതൊക്കെ രീതിയിൽ വെച്ചാൽ കൾച്ചർ എന്തായാലും ഉണ്ടാവും. കാടുകളില്ല, കാടുകൾക്ക് വളരെ ഫുള്ള് തെങ്ങും തോപ്പുകളാണ്. അത് ഡിഫറൻസ് ആണ്. പിന്നെ നല്ല എനർജിയോളം കിട്ടും, നല്ല തെങ്ങ് കിട്ടും, തേങ്ങ ഉണ്ടാവും, പിന്നെ അനുബന്ധ തരം വാഴകളുണ്ടാവും. പിന്നെ മീനുകളുണ്ടാവും. മീനെന്തൊക്കെയാ യൂട്യൂബിലൊക്കെ കണ്ടു. വേറെ വിചിത്രമായിട്ട് വേറെ സംഭവം ഇല്ലല്ലോ ഇത്ര വേറെ സംഭവം അവിടെ? പിള്ളേരൊക്കെ ചോദിക്കും അവിടെ കാറുണ്ടോ ബൈക്കുണ്ടോ എന്നൊക്കെ. അത് ഇല്ലാന്ന് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അതുണ്ട്, കാറും ബൈക്കൊക്കെ ഉണ്ട്. അല്ല കാർ വേറെ ആയിട്ട് ഉണ്ടാവുള്ളൂ. ബൈക്കൊക്കെ ബൈക്ക് ഉണ്ട്, പക്ഷെ കാറ് കുറച്ച് അങ്ങനെയൊക്കെയാ. പിന്നെ പെട്രോൾ 150 രൂപയാണ് വില കൂടി. ഇപ്പൊ എത്ര? പ്രൈവറ്റിലൊക്കെ 250. 250? പ്രൈവറ്റില്. ഇങ്ങോട്ട് 50 രൂപ ലിറ്റർ പെട്രോളിന്. അത്രേ ഉള്ളൂ. പിന്നെന്താ കാര്യങ്ങൾ കുറെ പറയണ്ടേ, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, എന്തിനാണൊക്കെയാണ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. ഓക്കെ.